ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അനുഭവങ്ങൾ പാളിച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്ന് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊരു ഷോപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഷോപ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്. എനിക്ക് തോന്നുന്നു വിദേശ നാടുകളിലൊക്കെ, പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിലൊക്കെ ഒരുപാട് മലയാളികൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹോൾസെയിലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ പോലുള്ള ആക്ടിവിറ്റീസൊക്കെ. ഇതൊരു ഹോൾസെയിലറുടെ കഥയാണ്. ഇതൊരു വിദേശ നാട്ടിലുള്ള ഒരു ഹോൾസെയിലറുടെ കഥ. ഇവർ 2-3 ജ്യേഷ്ഠാനുജന്മാരാണ്. ഇവർ രണ്ടുപേരെ എന്നെ കാണാൻ വരികയാണ്. ഒരു ദിവസം എന്നെ കാണാൻ വന്നിട്ട് ഇവരുടെ കഥ പറയുന്നുണ്ട്. വളരെ വലിയ പ്രശ്നത്തിലാണ്. ഏകദേശം ഒരു 8 വർഷത്തോളമായി ഇവർ ബിസിനസ് തുടങ്ങിയിട്ട് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നിന്ന് തിരിയാൻ സമയമില്ല. നല്ല രീതിയിലുള്ള ബില്ലിംഗ് ഉണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള കൺട്രോളുമില്ല. പ്രോഫിറ്റ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായി അറിയില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇതാണ് അവസ്ഥ. മിക്ക സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ളത് അറിയാം. ഏറ്റവും എനിക്ക് വിഷമകരമായി തോന്നിയത് അനുജൻ്റെ കല്യാണത്തിന് പോകാൻ ജ്യേഷ്ഠന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ആ ഷോപ്പിൽ നിന്ന് ഒരു നിമിഷം മാറി നിന്നാൽ ഒരു പക്ഷേ ഷോപ്പിൽ നിന്നുണ്ടാകുന്ന നഷ്ടങ്ങൾ മില്യൺസ് ആയിരിക്കാം എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അനുജൻ തന്നെ പറഞ്ഞു, ജ്യേഷ്ഠൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഭീമമായ നഷ്ടമാണ് ഉണ്ടാവുക. കല്യാണം കഴിഞ്ഞിട്ട് ഷോപ്പിലേക്ക് വന്ന് ജ്യേഷ്ഠനെ കാണാമെന്നുള്ളത്. അത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കെട്ടിയ ഒരു കഥയായിട്ടൊക്കെ തോന്നാം. ഒരു കാരണവശാലുമല്ല, ഇതൊരു സത്യമാണ്. ഇത് എനിക്ക് വലിയ വിഷമമാണ് ഉണ്ടാക്കിയത്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ആളുകൾ ഇത്തരത്തിലും ഇത്രയൊക്കെ ടെക്നോളജി വളർന്നിട്ടും ഇത്രയൊക്കെ സിസ്റ്റം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ആളുകൾ ഇപ്പോഴും ഇതൊന്നും അറിയാതെ തങ്ങളുടെ ജീവിതം ജീവിക്കാതെ, എൻജോയ് ചെയ്യാതെ, ഹാപ്പി ആകാതെ ഈ പറയുന്ന ബിസിനസ്സിനകത്ത് തന്നെ കിടന്ന് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഒരു റെവല്യൂഷണറി വീഡിയോ ആകണം ഇത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം കാലങ്ങളായി സിസ്റ്റം ഉണ്ടാക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും വളരെ ചെറിയ ശതമാനം ആളുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലേക്ക്, സ്ട്രീം ലൈൻ ചെയ്യുന്ന പ്രോസസ്സിലേക്കൊക്കെ വരിക. അതിൻ്റെ ഒരു ഫീസൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ ഏകദേശം മന്ത്ലി ഒരു 4 to 5 lakhs ഒക്കെ ഫീസായിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 6 മാസത്തേക്കുള്ള ഒരു പ്രോസസ്സാണ്. ഒരു 30 to 40 lakhs അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ആ 40 ലക്ഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഞാൻ 100% ഉറപ്പ് പറയുന്നു, അതിൻ്റെ 10 ഇരട്ടിയെങ്കിലും നിങ്ങൾക്ക് പൈസ ഇനത്തിൽ തന്നെ ലാഭിക്കാം. അതല്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമയം എന്നുള്ള രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കുറേ മൂമെൻറ്റ്സ് എന്നുള്ള രീതിയിലും ഒക്കെ നിങ്ങൾക്ക് ലാഭിച്ചെടുക്കാം, ഞാൻ ഉറപ്പ് പറയുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കഥ കേൾക്കണം. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഹോൾസെയിലേഴ്സ് സാധാരണ ഏറ്റവും ആദ്യം എങ്ങനെ നോക്കാം. ഞങ്ങൾ ഇത് മാത്രമല്ല, പല ഹോൾസെയിൽ ഷോപ്പുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, സ്ട്രീം ലൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലായിടത്തും വിജയകരമായി എന്ന് പറയാൻ പറ്റില്ല. അതിന് കാരണം നിങ്ങൾ കൂടി വിചാരിക്കാതെ സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും ഇത് ചെയ്തു തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചില സ്ട്രഗിൾസിലൂടെ, ചില തീരുമാനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ പ്രശ്നത്തിലേക്ക് പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ വളരെയധികം മോണിറ്റർ ചെയ്ത് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഞങ്ങൾ ക്ലയൻസിനെ എടുക്കുന്നത്. കാരണം മാറാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാറ്റമുണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ മാറാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ആരംഭിക്കട്ടെ. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് സാധാരണ ഈ ഹോൾസെയിലേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളാണ്. നിങ്ങളൊരു ഹോൾസെയിലർ ആണെങ്കിൽ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം സപ്ലൈ ചെയിനിലുള്ള പ്രശ്നങ്ങളാണ്, പർച്ചേസിലുള്ള പ്രശ്നങ്ങളാണ്. പലപ്പോഴും പല സാധനങ്ങൾ നമ്മൾ ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കും. എന്താണ് ഓർഡർ കൊടുത്തത് എന്നുള്ളതിന് പോലും നമുക്ക് കൃത്യതയുണ്ടാവില്ല, ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവില്ല. ഓർഡർ കൊടുത്ത സാധനങ്ങളായിരിക്കില്ല ഒരു പക്ഷെ വരുന്നത്. ഓർഡർ കൊടുത്ത സാധനങ്ങളും അതിൻ്റെ ഇരട്ടി സാധനങ്ങളും ചിലപ്പോൾ വരും. നമ്മളിത് ക്രോസ് ചെക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മളുടെ വെയർ ഹൗസിൽ കൊണ്ടുവയ്ക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ബില്ലിംഗ് അവിടെ വന്നു കഴിഞ്ഞു ഓൾറെഡി. ഒപ്പം തന്നെ നമ്മളുടെ ഇൻവെൻറ്ററി വളരെയധികം കൂടിക്കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ക്യാഷ് അവിടെ ബ്ലോക്കായി കഴിഞ്ഞു. നമ്മളുടെ ക്യാഷ് ബ്ലോക്കാക്കാൻ എപ്പോഴും സപ്ലയർ ചിലപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കും, നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കുക, പർച്ചേസിന് ഒരു പ്രോസസ്സ് ഉണ്ടായേ പറ്റൂ. എന്താണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണം. എത്ര ആവശ്യമുണ്ടെന്നും അത് എത്ര പ്രൈസിൽ ആവശ്യമുണ്ടെന്നും ക്ലിയർ ആയിട്ടുള്ള ധാരണ വേണം. പർച്ചേസ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കി പർച്ചേസ് മോണിറ്റർ ചെയ്താൽ ഒരു സംശയം വേണ്ട, വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് പർച്ചേസിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഏറ്റവും ആദ്യത്തെ പോയിന്റ് പർച്ചേസ് തന്നെയാണ്, സപ്ലൈ ചെയിനും. അടുത്തത് പർച്ചേസ് കഴിഞ്ഞാൽ എവിടേക്കാണ് വരുന്നത്? നമ്മളുടെ സ്റ്റോർ റൂമിലേക്കാണ്, നമ്മുടെ വെയർ ഹൗസിലേക്കാണ് വരുന്നത്. വെയർ ഹൗസിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ. ഇല്ലാത്തവരാണ് 90% ബിസിനസ്സുകാരുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. അതിന് കാരണം പലപ്പോഴും ഡെഡ് സ്റ്റോക്കായിട്ട് കിടക്കുന്ന ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്.
ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം പല സ്ഥലങ്ങളിലും ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യേണ്ടത് ഏത് വാല്യൂ കാറ്റഗറിയിലുള്ള സാധനമാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവില്ല. ബഫർ സ്റ്റോക്ക് എന്താണ് എന്നുള്ളത് പോലും പല ആളുകൾക്കും അറിയില്ല. എപ്പോഴാണ് റീ ഓർഡർ പോകേണ്ടത്, റീ ഓർഡർ ലെവൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ധാരണയില്ലാത്തവരാണ് മിക്ക ഓൺട്രപ്രണേഴ്സും. അതിനവിടെ ഒരു സിസ്റ്റമോ സോഫ്റ്റ്വെയറോ പ്രവർത്തിക്കുന്നുണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഇൻവെൻറ്ററി നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഇൻവെൻറ്ററി, നിങ്ങളുടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് തന്നെയല്ലേ. നിങ്ങൾ അവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഇൻവെൻറ്ററിക്ക് പകരം നിങ്ങളുടെ ക്യാഷാണ് അവിടെ അടുക്കി വെച്ചിരിക്കുന്നതെന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ഇത്രയും ലഘുവായി ഈ ഒരു കാര്യത്തെ കാണുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ഇൻവെൻറ്ററി നിങ്ങളുടെ ക്യാഷ് തന്നെയാണ്, അതിന് സമമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധ ഇൻവെൻറ്ററിയിൽ വേണം. അതിന് കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം. ഞങ്ങൾ ഏറ്റവും ആദ്യം പർച്ചേസിനെ അഡ്രസ്സ് ചെയ്തു. ഈ പർച്ചേസിലൂടെ ഇൻവെൻറ്ററിക്ക് കൃത്യമായിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചപ്പോഴാണ് അവിടെയുള്ള ഭീകരമായ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. കാരണം 6 വെയർ ഹൗസുകളുണ്ടായിരുന്നു. അതിൽ ഒരു വെയർ ഹൗസിൽ നിന്ന് സാധനങ്ങളെ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താ? ആ വെയർ ഹൗസ് അവരുടെ ഒരു എംപ്ലോയിയാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന് വേറെ ഷോപ്പുണ്ട്. അവൻ ആ ഷോപ്പിലേക്കാണ് ആ വെയർ ഹൗസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കണക്കുമില്ലാത്ത അവസ്ഥ. ഇത് പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, കൃത്യമായിട്ടുള്ള സിസ്റ്റം ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആളുകൾ ലൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ലൂട്ട് ചെയ്ത എമൗണ്ട് ഏകദേശം ഇന്ത്യൻ റുപ്പിയിൽ പറയുകയാണെങ്കിൽ ഏകദേശം 3.5 കോടി രൂപ വരും എന്നുള്ളതാണ് സത്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. കൺസൾട്ടിങ്ങിന് ഒരു പക്ഷേ പലപ്പോഴും വിഷമം കൊണ്ട് പറയാറുണ്ട്, കൺസൾട്ടിങ്ങിന് ഒരു 40 ലക്ഷമോ 50 ലക്ഷമോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇതെന്ത് ഹ്യൂജ് എമൗണ്ടാണ്, ഇതൊരു കൊള്ള ലാഭമല്ലേ നിങ്ങൾ എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് 3.5 കോടി രൂപ കൺമുന്നിൽ നിന്ന് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പലപ്പോഴും ഇഗ്നോറൻസ്, അജ്ഞതയാണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ എന്ന് മനസ്സിലാക്കുക. അതുപോലെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ്, കോസ്റ്റ് കൺട്രോള് ഒരിക്കലും നടക്കുന്നില്ല. ഏറ്റവും ആദ്യമൊക്കെ ഏതെങ്കിലും ഒരു സപ്ലയറുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് നമ്മൾ വെച്ച് കാണും. പ്രൈസിൻ്റെ എഗ്രിമെൻറ്റ്, സ്കീമിൻ്റെ എഗ്രിമെൻറ്റ്, ഡിസ്കൗണ്ട് എഗ്രിമെൻ്റൊക്കെ ആദ്യം ചിലപ്പോൾ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒരു എഗ്രിമെൻ്റൊക്കെ ചിലപ്പോൾ എഗ്രിമെൻ്റൊന്നും കാണാറില്ല സാധാരണ, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ എത്ര പൈസയ്ക്കാണ് അത് അയച്ചുകൊണ്ടിരിക്കുന്നത്? പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ? ചെക്ക് ചെയ്യാൻ ഒരു മാർഗവുമില്ല. ഇവർ അടിച്ചു കൊടുക്കുന്ന ഇൻവോയ്സ് ഒരു പെർട്ടിക്കുലർ സമയമാകുമ്പോൾ അതിൻ്റെ പൈസ കൊടുക്കുക എന്നുള്ളതല്ലാതെ ഈ പ്രോസസ്സ്, കാരണം മറ്റുള്ള ഒരു പ്രോസസ്സിന് ഇവിടെ സമയമില്ല. കാരണം എന്താ? ദർ ഇസ് നോ ഡെലിഗേഷൻ അറ്റ് ഓൾ. എല്ലാ കാര്യങ്ങളും, പൈസയുടെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന ഇവർ തന്നെയാണ്. കുറേ ആളുകളെ പോസ്റ്റ്മാൻ കോൾസിന് വേണ്ടി മാത്രം വെച്ചിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ, റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങളൊരു 20 പേരെ അപ്പോയിൻ്റ് ചെയ്താൽ നിങ്ങൾ ആ 20 പേരുടെ പണി കൂടി എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡെലിഗേറ്റ് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ ആരെ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിപാടി. അതുപോലെ കോമ്പറ്റീഷൻ ഉയർന്നു വന്ന് അറിയുന്നില്ല, മാർക്കറ്റ് സാച്ചുറേഷനിലേക്ക് പോകുന്ന അറിയുന്നില്ല. പലപ്പോഴും ഈ പ്രൊഡക്റ്റ് ലൈനൊക്കെ ആദ്യം തീരുമാനിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ലൈനുകളാണ്. പുതിയ പ്രൊഡക്റ്റുകൾ വരുന്നത് അറിയുന്നില്ല, മാർക്കറ്റിൽ പുതിയ കോമ്പറ്റീറ്റേഴ്സ് വരുന്ന അറിയുന്നില്ല, അപ്പുറത്ത് വേറെ ഷോപ്പുകൾ വരുന്ന അറിയുന്നില്ല. കാരണം എന്താ? മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നില്ല. പുതിയ ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്, ആ സപ്ലൈസിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. ബെറ്റർ മാർജിൻ തരുന്ന സപ്ലൈസ് ഉണ്ട്, ബെറ്റർ ആയിട്ടുള്ള ബ്രാൻഡുകളുണ്ട്. ഈ ബ്രാൻഡുകൾ പോലും ഇവിടെ അവൈലബിൾ അല്ലാതെ വരിക. അപ്പോൾ എന്താ ഉണ്ടാകുന്നത്? ആക്ച്വലി ഒരു ബെൽ കർവിലേക്ക് പോവുകയാണ്, അത് താഴത്തേക്ക് പോവുക. എൻഡ് ഓഫ് ദ ഡേ ഒരു ഡിക്ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് മാറുന്നു. ഡിക്ലൈൻ വന്ന് നമ്മുടെ സ്കിന്നി ടച്ച് ചെയ്യുമ്പോൾ, അതായത് ഇനി പൈസ കയ്യിൽ ഇല്ലാതാവുമ്പോഴാണ് പല ആളുകളും അൺഫോർച്ചുനേറ്റ്ലി കൺസൾട്ടൻറ്റിനെ സമീപിക്കുക, ഞങ്ങൾ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളൊരു പുതിയ ഇനീഷ്യേറ്റീവ് തുടങ്ങാനോ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ പൈസയില്ല. അപ്പോൾ അവിടെ സ്റ്റക്കാ. ഇവിടെയാണ് കൺസൾട്ടൻസി സ്റ്റക്കാവുന്നത്. അല്ലാതെ കൺസൾട്ടൻ്റെ കയ്യിൽ സ്ട്രാറ്റജി ഇല്ലാഞ്ഞിട്ടോ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടോ അല്ല. കാരണം ക്ലയൻറ്റിൻ്റെ കയ്യിൽ ഇനി ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പൈസയില്ല. കാരണം എന്താ? എല്ലാ തരത്തിലുള്ള തോന്നിവാസങ്ങളും കാണിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ആ പൈസ മുഴുവൻ അവർ കളഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആദ്യം തന്നെ കൺസൾട്ട് ചെയ്തിരുന്നെങ്കിലോ? ഒരു സംശയം വേണ്ട കേട്ടോ. കൺസൾട്ടൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഞങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും എടുത്ത് പറയാം, തിയറിയെ ബേസ് ചെയ്തിട്ട് ഒരു പരിപാടിയില്ല. പ്രാക്ടിക്കലായിട്ട് എന്താണോ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അതാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഡിപ്പെൻഡിങ് ഓൺ, അതുകൊണ്ട് ഓരോ ഓർഗനൈസേഷനും വ്യത്യസ്തമാണെന്ന് പറയുന്നത്. നിങ്ങളുടെ ഓർഗനൈസേഷനിലെ സ്ട്രക്ചർ, നിങ്ങളുടെ ഓർഗനൈസേഷനിലെ രീതികൾ, കൾച്ചർ, നിങ്ങളുടെ ഓർഗനൈസേഷനിലെ സ്റ്റാഫ്, നിങ്ങളുടെ ലൊക്കേഷൻ എല്ലാം ഡിഫറെൻ്റ് അല്ലേ? ഇതിനനുസരിച്ച് നിങ്ങളുടെ സ്ട്രാറ്റജികളും മാറിക്കൊണ്ടിരുന്നേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ ടെക്നോളജി ഇൻറ്റഗ്രേഷൻ. ടെക്നോളജി എത്ര വളർന്നു കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ വളർന്ന ടെക്നോളജി നമുക്ക്
സംസാരിക്കാൻ പറ്റില്ല, അത്രയും വലുതാണ്, അത്രയും ഹ്യൂജ് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സെൻസേഴ്സും ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ സ്റ്റോക്ക് മാനേജ്മെൻറ്റ് അടക്കം നടക്കുന്നത്. നമുക്കറിയാം, ആമസോണിൻ്റെയൊക്കെ വെയർ ഹൗസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ കാണാം. സ്ട്രോങ് ആയിട്ടുള്ള റോബോട്ടിക് വെയർ ഹൗസുകൾ വന്നു കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി സെൻസറി സെറ്റപ്പൊക്കെ വഴി സ്റ്റോക്ക് ലൈവായിട്ട് എടുക്കുന്ന സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പടിപടിയായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. പക്ഷേ അറ്റ്ലീസ്റ്റ് സ്റ്റോക്ക് മാനേജ്മെൻറ്റിന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എങ്കിലും വേണ്ടേ? അപ്പോൾ പല ആൾക്കാരും പറയുന്നത് അത് പ്രായോഗികമാവുന്നില്ല, ഞങ്ങൾക്ക് അത്രയധികം എസ്കേവ്സ് ഉണ്ട്. ഞാൻ പറയുന്നത് ആമസോണിലില്ലാത്ത അത്രയും എസ്കേവ്സ് നിങ്ങളുടെ കയ്യിലുണ്ടാകുമോ? ആമസോണിന് അത് സാധിക്കുമെങ്കിൽ, ഫ്ലിപ്കാർട്ടിന് സാധിക്കുമെങ്കിൽ, വാൾമാർട്ടിന് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല? നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് കഴിയാത്തതിന് ഒരൊറ്റ കാരണം നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഓർഗനൈസേഷനെയും നിങ്ങളുടെ ഇൻവെൻട്രിയെയും സ്ട്രീംലൈൻ ചെയ്തെടുക്കാൻ പറ്റും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്. യൂസ് ടെക്നോളജി. ആൻഡ് ഫൈനലി, ടീം എന്ന് പറയുന്ന ഒരു സാധനം എത്ര പേരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ 25 പേര്, 50 പേര്, 800 പേര് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാം 500 പേരെ എംപ്ലോയ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. 500 പേരെ എംപ്ലോയ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി വീണ്ടും 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 കുറയാനാണ് സാധ്യതയുള്ളത്, സിസ്റ്റം ഇല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക, നിങ്ങളൊരു ടീമിനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ സ്ട്രക്ചർ വേണം. ഓരോരുത്തർക്കും പല ആൾക്കാരും പറയാറുണ്ട് JD ഉണ്ട്. JD ഉണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് വെറുതെ എഴുതി വെക്കാം. നമുക്ക് അവരുടെ പെർഫോമൻസിന് മെഷർ ചെയ്യണമെങ്കിൽ KPIs തന്നെ വേണം. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് അവരുടെ പെർഫോമൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അത് മെഷർ ചെയ്യാനുള്ള സംവിധാനം വേണം. എല്ലാ മാസത്തിലും മെഷർ ചെയ്യാൻ പറ്റണം. എല്ലാ ദിവസത്തിലും പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെയാണെങ്കിലാണ് ഒരു റിവ്യൂ ഫീഡ്ബാക്ക് മെക്കാനിസം ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. അവർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ടീം പെർഫോം ചെയ്തു തുടങ്ങും. അവർക്ക് പല കാര്യങ്ങളും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. ചില പവേഴ്സ് കൊടുക്കാം, റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാം. അവർ ഡിസിഷൻ എടുത്തു തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ടീമിൻ്റെ ആസ്പെക്റ്റിലും അവിടെ വർക്ക് ചെയ്തു. ഇങ്ങനെ ഇത്രയും ആസ്പെക്റ്റുകളിൽ അവിടെ വർക്ക് ചെയ്തപ്പോഴാണ്, പൂർണ്ണമായൊന്നും പറയാൻ പറ്റില്ല, കാരണം ഒരു ഹോൾസെയിലറിൻ്റെ അടുത്ത് അവർക്ക് ഒരുപാട്, ഞാൻ എല്ലാ ഹോൾസെയിലേഴ്സിനും ഏകദേശം ഒരുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഇവർക്കെല്ലാം ഇവർ തന്നെ ഡീൽ ചെയ്തിട്ടേ പരിചയം ഉണ്ടാവുള്ളൂ. ഇവർക്കൊന്ന് ഡെലിഗേറ്റ് ചെയ്ത് പേടിയാണ്. ഡെലിഗേറ്റ് ചെയ്ത് ആരെങ്കിലും ഇത് കൊണ്ടുപോയാലെന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ഹോൾസെയിലിങ്ങിനെ നമുക്ക് സിസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കും, ബട്ട് ഇറ്റ് ഈസ് എ ഗ്രാജുവൽ പ്രോസസ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റെപ്പും ഒരുമിച്ച് കയറണമെന്ന് വാശി പിടിക്കരുത്, അത് സാധിക്കില്ല. പതിയെ ഡെലിഗേറ്റ് ചെയ്ത് ടീമിനെ എംപവർ ചെയ്ത് കൊണ്ടുവന്നാൽ ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി ഏറ്റവും ചുരുങ്ങിയത് പ്രോഫിറ്റ് ഞാൻ പറയുന്നത് 5% കൂട്ടാൻ പറ്റും, ഉറപ്പാണ്. കൂട്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഹോൾസെയിലിംഗ് ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ട്രീംലൈൻ ചെയ്യുക. അതർവൈസ് നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഓൾ ദി ബെസ്റ്റ്.